പക്ഷേ ഇവിടെ റിപ്പോർട്ടർ ചാനലിൻ്റെ ഒക്കെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ചില ഇടപെടൽ. ഇപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞില്ലേ, അരുൺകുമാർ, നമ്മൾ കഴിഞ്ഞ ചർച്ച പറഞ്ഞ പോലെ അരുൺകുമാർ എന്ന് പറയുകയാണ് രാഹുലിന് വേണ്ടി PR വർക്ക് നടന്നു. PR വർക്ക് എനിക്ക് മനസ്സിലാവാത്തതുകൊണ്ട് എന്താണ് ഈ PR വർക്ക്? രാഹുലിന് വേണ്ടി ആര് PR വർക്ക് ചെയ്യുന്ന? ഈ കണ്ട ജനലക്ഷങ്ങളായിട്ടുള്ള ആളുകൾ ചാനലുകൾ കമൻറ്റ് ബോക്സിലൊക്കെ കമൻ്റ് ഇടുന്നത് രാഹുൽ പൈസ അയച്ചു കൊടുത്തിട്ടാണോ? ഞാൻ കഴിഞ്ഞ വീഡിയോ ചോദിച്ചാണ്, ഇതൊക്കെ ഇങ്ങനെയാണോ? അപ്പോൾ റിപ്പോർട്ടർ ചാനൽ നടത്തുന്നത് എന്താ? PR അല്ലേ? കളങ്കിതരായ അവരുടെ മുതലാളിമാർക്ക് വേണ്ടി PR നടത്താണ് അരുൺ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? അവരുടെ മുതലാളിമാർക്കെതിരെ കേസില്ലേ? ഇതെന്ത് ജനങ്ങൾക്ക് അറിയാത്ത കാര്യമാണോ? മുട്ടിൽ കേസ്, അല്ലെങ്കിൽ മറ്റു പല ഈ സ്റ്റേഡിയത്തിന്റെ പ്രശ്നം, അതിന് മുമ്പത്തെ ഹോളിഡേയിന്റെ പ്രശ്നം, എന്തൊക്കെയോ ആളുകൾ പറയുന്നുണ്ട്. അതിൽ പലതിലും പരാതികളുണ്ട് ഇവർക്കെതിരെ. അപ്പോൾ കളങ്കിത്, അപ്പോൾ അതെന്തേ കളങ്കമല്ലേ? ചോദിക്കാനാണ്. ഇതേ അരുൺകുമാർ 24-ൽ ഇരുന്നിട്ട് ഒരു മരലോറിയിൽ വന്നിട്ട് മുണ്ടും മടക്കി കുത്തിയിട്ട് വീഡിയോ ചെയ്ത് നമ്മൾ കണ്ടതാണ്. അല്ല, AR VR XR വെച്ചിട്ട് മരം മുറിക്കള്ളന്മാരെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഡയലോഗ് അടിക്കുന്നത് നമ്മൾ കേട്ടിട്ടില്ല. ഇതേ അരുൺകുമാർ കുറച്ച് പൈസ കൂടുതൽ കിട്ടിയപ്പോൾ അവരുടെ കൂടെ ചേർന്നിട്ട് നേരെ തിരിച്ച് 24-നെ ചീത്ത വിളിക്കുകയാണ്. ഇതെന്ത് ധാർമ്മികത? ഇത് ധാർമ്മികത വേണ്ട മനുഷ്യന്മാരാകുമ്പോൾ ഒരു ധാർമ്മികതയില്ല. എന്നിട്ട് ഇദ്ദേഹമാണ് ബാക്കിയുള്ളവരെ ധാർമ്മികത പഠിപ്പിക്കാൻ പറ്റുന്നത്. അങ്ങനെ ശരിയാവാ? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണങ്ങൾ ഉയർന്നപ്പോൾ അദ്ദേഹം മൗനം പാലിച്ചതിന് നമ്മളെല്ലാവരും ശക്തമായി വിമർശിച്ചിരുന്നു. പക്ഷേ മാസങ്ങൾക്ക് ശേഷം ആ മൗനം വെടിഞ്ഞ് അദ്ദേഹം 24 ചാനലിലൂടെ തൻ്റെ ഭാഗം വ്യക്തമായി പറഞ്ഞു. പക്ഷേ ആ വിശദീകരണം ശത്രുക്കളെയും വേട്ടയാടുന്നവരെയും വിരളി പിടിപ്പിച്ചിരിക്കുന്നു. ഇന്ന് നടക്കുന്നത് വിമർശനങ്ങളല്ല, 24 ചാനലിനും ഹാഷ്മിക്കും രാഹുലിനുമെതിരെ ശുദ്ധമായ സൈബർ ഭീകരാക്രമണങ്ങളാണ്. ഈ വിഷയം വിശകലനം ചെയ്യുന്നു. രാഹുലിൻ്റെ എതിരാളികൾക്ക് തീർച്ചയായും നല്ല തിരിച്ചടി കിട്ടിയിട്ടുണ്ട്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചു വന്നു, ഞാനിവിടെ തന്നെ ഉണ്ടാകും, ഞാൻ ഇനി MLA ആയിട്ട് തുടരും എന്ന ആ സ്റ്റേറ്റ്മെൻറ്റ്, രാഹുലിൻ്റെ ആ ഇൻ്റർവ്യൂവിലെ സ്റ്റേറ്റ്മെൻറ്റുകളെല്ലാം തന്നെ രാഹുലിൻ്റെ പതനം ആഗ്രഹിച്ച, രാഹുൽ ഇല്ലാതാകണമെന്ന് വിശ്വസിച്ച ആളുകൾക്കുള്ള സകലർക്കുള്ള തിരിച്ചടിയാണ്, സംശയം വേണ്ട. രാഹുൽ വന്നു എന്നത് തന്നെ ഈ പറയുന്ന രാഷ്ട്രീയപരമായും സാമൂഹ്യമായും രാഹുലിനെ തീർക്കാൻ ഇറങ്ങി പുറപ്പെട്ട രാഷ്ട്രീയ എതിരാളികൾക്കുള്ള കനത്ത തിരിച്ചടിയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ആ ഇൻ്റർവ്യൂ കൊടുത്തപ്പോൾ ഒരുപാട് പേരുടെ സ്വപ്നങ്ങൾ തകർന്നടിച്ചിട്ടുണ്ട്, ഒരുപാട് പേരുടെ സന്തോഷം ഇല്ലാതായിട്ടുണ്ട്, ഒരുപാട് പേരുടെ അജണ്ടകൾ പൊളിഞ്ഞിട്ടുണ്ട്, ഒരുപാട് പേരുടെ ഗൂഢാലോചന ഒന്നുമല്ലാതായി തീർന്നിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. കാരണം നമുക്കറിയാം, കേരളത്തിൽ ഏറ്റവും മികച്ച MLA-മാരിൽ ഒരാൾ, അല്ലെങ്കിൽ ഒരു യുവ നേതാക്കളിൽ ഒരാളുടെ പേര് പറയാൻ പറഞ്ഞാൽ, ഈ കേസ് വരുന്നതിന് മുമ്പ് വരെ രാഹുൽ മാങ്കൂട്ടത്തിൽ 1-ാം സ്ഥാനത്തുണ്ട്. ഈ കേസ് വന്നതിന് ശേഷവും രാഹുലിനെ ചേർത്ത് പിടിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. അത് അല്ല എന്നല്ല പറയുന്നത്. പക്ഷെ കുറച്ച് പേർക്കെങ്കിലും രാഹുലിൻ്റെ കാര്യത്തിൽ ഒരു ഭിന്ന അഭിപ്രായം വന്നിട്ടുണ്ട്. രാഹുൽ ഈ കേസിൽ പെട്ടതുകൊണ്ട് അയാളൊരു MLA ആയിരിക്കാൻ യോഗ്യനല്ല, അല്ലെങ്കിൽ അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. അയാളുടെ വ്യക്തി ജീവിതത്തിൽ പല സ്ത്രീകളുമായിട്ട് ബന്ധം പുലർത്തുന്നതിൽ തെറ്റൊന്നുമില്ല, അവരുടെ അനുമതി ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരു MLA എന്ന നിലയിൽ, ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ രാഹുൽ ഒന്നും ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന നിലയിലേക്ക് ഒരു പൊതുബോധം സൃഷ്ടിച്ചെടുക്കാൻ CPM-നും BJP-ക്കും ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് രാഹുൽ അങ്ങ് അവസാനിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ നോക്കുക, നിയമസഭയിലെ എത്തിക്സ് ആൻഡ് പ്രിവിലേജസ് കമ്മിറ്റിയിൽ രാഹുലിനെതിരെ നടപടി എടുക്കാനുള്ള സാധ്യത പണ്ടേ നമ്മൾ പറഞ്ഞതാണ്. എടുക്കാൻ കഴിയില്ല. കാരണം അങ്ങനെയാണെങ്കിൽ M. വിൻസെൻ്റ് ഉണ്ട്, മുകേഷ് ഉണ്ട്, മറ്റൊരു MLA കൂടിയുണ്ട്, എൽദോസ് കുന്നപ്പള്ളിയുണ്ട്. ഇവർക്കെതിരെ നടപടി എടുത്തോന്നുള്ള ചോദ്യം വരില്ലേ? ഇത് തുല്യനീതിയാണല്ലോ, എല്ലാത്തിനും അടിസ്ഥാനം എന്ന് പറയുന്നത് തുല്യനീതിയാണ്. അപ്പോൾ അങ്ങനെയൊന്നും നടപടിയെടുത്ത് അത്രയും കൃത്യമായിട്ടൊന്നും ഇവിടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം രാഹുലിനെതിരെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നടപടി എടുക്കുന്നത്? ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിലും. ആരോപണമല്ലേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഇൻ്റർവ്യൂ നടത്തിയത് പലതിൻ്റെയും തുടക്കമാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ ആ ഒരു തുടക്കം പലരെയും അസ്വസ്ഥരാക്കുന്നുണ്ട്. ആ ഒരു തുടക്കം പലരെയും വല്ലാതെ പൊള്ളിക്കുന്നുണ്ട്. കാരണം ആ അതിജീവിതകളുടെ പരാതിയേക്കാൾ കൂടുതൽ രാഹുലിനെ വേട്ടയാടിയത്, രാഹുലിനെ വിഷമിപ്പിച്ചത് മറ്റു പല ഘടകങ്ങളുമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ചാനലുകളിലൂടെയുള്ള നിരന്തരമായിട്ടുള്ള പുലഭ്യം പറച്ചിലുകളാണ്. രാഹുൽ ഒരു സെക്ഷൽ പ്രിഡേറ്ററാണ്, സ്ത്രീകളെ നിരന്തരമായി നടന്ന് പീഡിപ്പിക്കുന്നവനാണ്, കോഴിയാണ്, പെണ്ണുപിടിയനാണ്. നോക്കുക, ഒരു ചെറുപ്പക്കാരൻ 10-18 വർഷത്തെ രാഷ്ട്രീയ പ്രവർത്തന ജീവിതത്തിലൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു പദവി, MLA എന്നൊരു പദവി, ജനമനസ്സുകളിൽ ഉണ്ടാക്കിയ സ്ഥാനം, അതായത് 18 വർഷത്തോളം കാലത്ത് അധ്വാനമുണ്ട് ചെറുപ്പക്കാരൻ്റെ. അതെല്ലാം തകർത്ത് കളയുന്ന വിധത്തിലാണ് ഈ സൈബർ അറ്റാക്കും ചാനൽ അറ്റാക്കും ഉണ്ടാകുന്നത്. അപ്പോൾ അവർക്ക് പറയാൻ ന്യായം, രാഹുലിനെതിരെ ഒരുപാട് പരാതികൾ വന്നിട്ടുണ്ടല്ലോ എന്ന്. PK കുഞ്ഞാലിക്കുട്ടിക്കെതിരെ പരാതി വന്നിട്ടുണ്ട്. ആ കേസ് എന്തായി?
ആ കേസ് തീർപ്പാക്കി. ആ കേസ് ഇല്ല ഇപ്പോൾ. അന്ന് എന്തായിരുന്നു റജീന എന്ന് പറയുന്ന പെൺകുട്ടി ഇന്ത്യ വിഷൻ ചാനലിൽ ഒരു ഇത് കൊടുത്തിട്ട്, ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ട് എന്തൊക്കെ കോളക്കങ്ങളാണ് ഇവിടെ ഉണ്ടായത്. ആ കേസ് ഇപ്പോൾ എന്താ? ആ കേസില്ല. ആ കേസിൽ പറഞ്ഞത് അത്രയും ഈ പറയുന്ന പെൺകുട്ടി തന്നെ പിന്നീട് കോടതിയിൽ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തെറ്റാണ് എന്ന നിലയിൽ സംസാരിച്ച കേസേ ഇല്ലാതായി. ഉമ്മൻചാണ്ടി സാറിനെതിരായിട്ടുള്ള കേസ് എന്തായിരുന്നു? സോളാർ കേസ്. ആ കാലത്ത് മാധ്യമങ്ങൾ ആഘോഷിച്ച കേസാണ്. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? കഴിഞ്ഞപ്പോഴാണ് ജനങ്ങൾക്ക് അദ്ദേഹത്തോട് വലിയ കുറ്റബോധവും പശ്ചാത്തലവും. അതിനു മുമ്പ് തന്നെ ഈ അന്വേഷണ കമ്മീഷൻ ഉമ്മൻചാണ്ടി സാറ് ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് കണ്ടെത്തിയിരുന്നു. ഏജൻസികൾ മുഴുവൻ, എല്ലാ ഏജൻസികളും ഈ പറയുന്ന ആ പെണ്ണിന്റെ പേര് ചേർത്ത് ഉമ്മൻചാണ്ടിക്കെതിരെ പറഞ്ഞത് മുഴുവൻ തെറ്റായിരുന്നു, വ്യാജമായിരുന്നു, കളവായിരുന്നു. ഇങ്ങനെ 2-3 കാര്യങ്ങൾ മാത്രം മതി രാഹുൽ മാങ്കൂട്ടത്തിലെ കേസിനെയും സംശയത്തോടു കൂടി നോക്കാൻ. മനസ്സിലായില്ലേ? അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി എത്ര പരാതികൾ വന്നാലും അതിനെ സംശയത്തോടു കൂടി തന്നെ നോക്കാൻ ഈ ഉദാഹരണങ്ങൾ മതിയെന്നേ. സരിതയുടെ സീഡ് തപ്പി കോയമ്പത്തൂരിലേക്ക് ചാനലുകൾ ഓടി ഒരു ഓട്ടം ഉണ്ടായിരുന്നു, കണ്ടിട്ടുണ്ടോ? നമ്മളൊക്കെ പഠിക്കുന്ന സമയത്താണ് തോന്നുന്നത്. ആ ഓട്ടം പോരെ? ഇത്രയും നാണം കെട്ടൊരു ഓട്ടം പോരെ? ഇവിടുത്തെ ചാനലുകളൊക്കെ നല്ല പുണ്യവാളന്മാരാണെന്ന് പറയാൻ, ഒരു എത്തിക്സും ഇല്ലാതെ പ്രവർത്തിക്കുന്നവരാണെന്ന് പറയാൻ, ഒരു മനുഷ്യൻ്റെ ഇല്ലായ്മ കണ്ട് കൈയടിക്കാൻ വേണ്ടി വെമ്പി നിൽക്കുന്നവരാണ് മാധ്യമങ്ങളെന്ന് പറയാൻ ഇത്രയും ഉദാഹരണങ്ങൾ പോരെ? ആർക്കെതിരെ എന്തും പറയാം. പക്ഷേ ആ ആളത് ചെയ്തിട്ടുണ്ടോ എന്ന് തെളിയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ അയാളെ കുറ്റക്കാരനായിട്ട് ശിക്ഷ വിധിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ആർക്കെതിരെയും എന്തും പറയാമെന്നുള്ള നിലയിലാണ് ഈ സമൂഹം മുന്നോട്ട് പോകുന്നത്. എവിടെ ചെന്ന് അവസാനിക്കുന്നത്? അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഭാഗം പറഞ്ഞതാണ് ഇപ്പോൾ എല്ലാവരുടെയും പ്രശ്നം. എന്താ ആൾക്ക് അതിനുള്ള ജനാധിപത്യപരമായ അവകാശമില്ലേ? അയാളോട് സംസാരിക്കരുതെന്ന് കോടതി പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. മൗനത്തിൽ ഇരുന്നാലും പ്രശ്നമാണ്. അദ്ദേഹം മിണ്ടാതിരിക്കുമ്പോൾ എല്ലാവരും പറയും, അതെ മിണ്ടാതിരിക്കുമ്പോൾ പറയും അവൻ കുറ്റബോധം കൊണ്ട് മിണ്ടായിരിക്കുകയാണ്, കുറ്റസമ്മതം, അവന്റെ മൗനം സമ്മതമാണ്, കുറ്റസമ്മതമായിട്ട് കണ്ട. എന്തെങ്കിലും പറയാന്ന് വെച്ച് കഴിയുമ്പോൾ പറയും ഇത് PR വർക്കാണ്, അവൻ ഇരകളെ ഭീഷണിപ്പെടുത്തുകയാണ്, തെളിവുകൾ തരാമെന്ന്. തെളിവ് രാഹുലിന്റെ കയ്യിൽ തെളിവുകളൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് രാഹുൽ കുറ്റവാളിയാണെന്ന് പറയുമ്പോൾ രാഹുൽ പറയുന്നത് ഞാൻ തെളിവ് തരാം. അപ്പോൾ പറയും ഇരകളെ ഭീഷണിപ്പെടുത്തും. ഇത് എന്താണിത്? ആ മനുഷ്യനും ജീവിക്കണ്ടേ? അയാൾക്ക് അയാളുടെ ജനാധിപത്യപരമായ അവകാശമില്ലേ? നിയമപരമായ അവകാശങ്ങളില്ലേ? അതാണ് ചോദ്യം. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു റേപ്പിസ്റ്റ് ആണ് എന്ന് കോടതി എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ പോട്ടെ രാഹുലിൻ്റെ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ ഒരു കോടതി തള്ളുമ്പോൾ ഇപ്പോൾ പരിഗണനയിലിരിക്കുന്ന ഒരു കേസിൽ ആ പരിഗണിക്കുന്ന കോടതി രാഹുലിനെതിരായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ ഇത് ഒരു കോടതിയും രാഹുലിൻ്റെ ആദ്യത്തെ പരാതിയിൽ കീഴ്ക്കോടതിയാണ് രാഹുലിൻ്റെ ജാമ്യം തള്ളിയത്. സ്വാഭാവിക നടപടിക്രമമാണ്. കാരണം പോലീസ് കൊടുത്ത FIR അത്രയും സ്ട്രോങ് ആയിരുന്നു, FIS അത്രയും സ്ട്രോങ് ആയിരുന്നു. അതിൽ മൊഴിയുണ്ട്, യുവതിയുടെ പരാതിയുണ്ട്, തെളിവുകളുണ്ട്, അല്ലെങ്കിൽ അവർ ഹാജരാക്കിയ കുറേ ഡോക്യുമെൻസും എവിഡൻസും ഉണ്ട്. അപ്പോൾ അതിനെ കൗണ്ടർ ചെയ്യുന്നതിനുള്ള തെളിവുകൾ രാഹുൽ കോടതിയിൽ ഹാജരാക്കാൻ ഹൈക്കോടതിയിലാണ് ഹാജരാക്കിയത്. അപ്പോൾ കീഴ്ക്കോടതി ജാമ്യം തള്ളുന്നത് സ്വാഭാവികമായൊരു പ്രൊസീജിയറാണ്. പക്ഷേ ഹൈക്കോടതി അത് ഗൗരവമായി പരിശോധിച്ചു. ഇപ്പോൾ എന്താ സംഭവിക്കുന്നത് നമ്മളാണ്. അപ്പോൾ രാഹുലിനെ വളഞ്ഞിട്ട് ആക്രമിച്ച് ഇല്ലാതാക്കാൻ ശ്രമിച്ച ഒരുപാട് പേർക്ക് രാഹുലിന്റെ തിരിച്ചുവരവ് വലിയ അലോസരം ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. ഇപ്പോൾ ഹാഷ്മീനെ വേട്ടയാടുന്നത് പറ്റൊന്നും കൊണ്ടല്ല. ഇപ്പോൾ ഹാഷ്മീൻ 24 ചെയ്തൊരു തെറ്റെന്താണെന്നേ? അദ്ദേഹം ഒരു മാധ്യമ പ്രവർത്തകനാണ്, ഇറ്റ്സ് എ ജേർണലിസ്റ്റ്. ഒരു വിഷയത്തിന് 2 ഭാഗവും കാണാനും അല്ലെങ്കിൽ ആ 2 ഭാഗവും അറിയാൻ ശ്രമിക്കും. അവർക്ക് സ്പേസ് കൊടുക്കും. ഹാഷ്മി രാഹുലിനെ ന്യായീകരിച്ചിട്ടേ ഇല്ല. ഈ ഇരകൾക്കൊപ്പം നിന്നുകൊണ്ട് രാഹുലിനെതിരായ വാദങ്ങൾ ബൂസ്റ്റ് ചെയ്ത് തന്നെയാണ് ഹാഷ്മി സംസാരിച്ചത്. ആ ഇന്റർവ്യൂ കണ്ട എല്ലാവർക്കും അറിയാം ഹാഷ്മി രാഹുലിന് എതിരായിട്ടുള്ള നിലപാടാണ് എടുത്തത്. അല്ലാതെ രാഹുൽ സാർ പറയൂ സാർ കേൾക്കട്ടെ എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ടല്ല ഇരുന്നത്. വളരെ ക്ഷോഭത്തോടുകൂടി കടന്നറ്റാക്ക് ചെയ്യുന്ന രീതിയിലാണ് ഹാഷ്മി രാഹുലിനോട് ഇടപെട്ടിട്ടുള്ളത്. പക്ഷേ ഈ സൈബർ സഖാക്കളൊക്കെ കൂടി പറയാണ് ഹാഷ്മി രാഹുലിനെ ഫേവർ ചെയ്തു. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? ഈ സഖാക്കൾക്കൊക്കെ പൊള്ളിത്തുടങ്ങി. രാഹുൽ ഒരിക്കലും വരരുത്. സഖാക്കൾക്ക് മാത്രമല്ല, BJP-ക്കാർക്കും രാഹുൽ തിരിച്ചു വരരുതെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും പൊള്ളിത്തുടങ്ങി. അതാണ് ഇതിൻ്റെ പ്രശ്നം. ചാനൽ നിയമവിരുദ്ധമായി എന്ത് ചെയ്താലും അത് അവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ ഈ നാട്ടിൽ വകുപ്പുണ്ട്, വഴികളുണ്ട്. അതൊന്നും ചെയ്യാതെ ഹാഷ്മിയെ സൈബർ ആക്രമണം നടത്തുക. റിപ്പോർട്ടർ ചാനലിന് വലിയ തിരിച്ചടിയാണ് ഈ ഇൻ്റർവ്യൂവിൽ ഉണ്ടായിട്ടുള്ളത്. കാരണം റിപ്പോർട്ടർ ചാനലും അതിൻ്റെ ആളുകളും ഒക്കെ തലകുത്തി മറിഞ്ഞിട്ടും രാഹുലിന് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അയാൾ ഇപ്പോഴും MLA ആയി തുടരുകയാണ്. ശരി, 18 ദിവസം ജയിലിലിട്ടു. ഈ ജയിലിലിടുന്നത് വിഷമമായി കാണുന്ന ആളുകൾക്കാണ് ജയിലിൽ പോകുന്നതിന് പ്രശ്നമുള്ളൂ. രാഹുൽ ഇതിനു മുമ്പ് ഒരുപാട് കാലം ജയിലിൽ കിടന്നിട്ടുണ്ട്. ഈ ഇന്റർവ്യൂവിൽ തന്നെ രാഹുൽ പറഞ്ഞൊരു കാര്യമാണ്, പിണറായി വിജയൻ സർക്കാർ വന്നതിന് ശേഷം ഏറ്റവും അധികം കാലം ജയിലിൽ കിടക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകൻ ഒരുപക്ഷെ താനായിരിക്കുന്നത്. പല സമരങ്ങളുടെ ഭാഗമായിട്ടും പല പ്രക്ഷോഭങ്ങളുടെ ഭാഗമായിട്ടും ഒക്കെ രാഹുൽ ജയിലിൽ പോയിട്ടുണ്ട്. അപ്പോൾ ജയിലെന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടോ വിഷമോ ഉണ്ടാക്കുന്ന കാര്യമൊന്നുമില്ല.
പിന്നെ ഈ ചാനലുകളുടെ വളഞ്ഞിട്ടുള്ള ആക്രമണം, സകലരും രാഹുലിനെതിരെ എതിരാളികളൊക്കെ വലിയ ഹെയ്റ്റ് ക്യാമ്പയിൻ ചെയ്യുന്നു. അതൊക്കെ രാഹുലിന് വിഷമം ഉണ്ടാകും. പക്ഷെ ആ ഘട്ടമൊക്കെ കഴിഞ്ഞു. ആ ഘട്ടമൊക്കെ കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ഘട്ടമൊക്കെ കഴിഞ്ഞു എന്നുള്ളത് കൊണ്ടാണ് രാഹുൽ ഇപ്പോൾ ഒരു കുഴപ്പവുമില്ലാതെ, മീൻസ് ഒരു തരത്തിലുള്ള നിരാശയുമില്ലാതെ താൻ ഫൈറ്റ് മോഡിലാണ്, താൻ പോരാടാൻ ഉറച്ചു തന്നെയാണ്, ലീഗലി ഫൈറ്റ് ചെയ്യാണ് എന്ന് പറഞ്ഞ് രംഗത്ത് വരികയും തൻ്റെ ഭാഗം ന്യായീകരിക്കുകയും ചെയ്തു. ഇത് ശരിക്കും പറഞ്ഞാൽ രാഹുലിനെ വീണ് കാണണം, രാഹുൽ എഴുന്നേക്കരുത്, രാഹുൽ തീരണം എന്ന് കരുതി എല്ലാവർക്കും ഉള്ള തിരിച്ചടിയാണ്. അതെ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നത്, അതായത് കോടതിയിൽ എത്താത്ത പരാതികൾ പോലും മാധ്യമങ്ങൾ പറയുന്നുണ്ട് എന്നുള്ളത്. അതായത് കോടതിയിൽ പോലും ആ പരാതി എത്തിയിട്ടില്ല. പിന്നെ വളരെ കൃത്യമായിട്ട് ഓരോ പരാതിക്കുള്ള കാര്യങ്ങൾ, അതായത് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ കൃത്യമായിട്ട് ആ ഇന്റർവ്യൂയിലൂടെ പറയുന്നുണ്ട്. അത് തന്നെയാണ് ഇവർക്കുള്ള ഒരു തിരിച്ചടി എന്ന് പറയുന്നത്. കാരണം ഒരു ഷൂ ബുക്ക് ചെയ്ത്, ആ ഷൂ ബുക്ക് ചെയ്തതിന്റെ പേരിൽ വേറെ കേസ് പോയിരിക്കുകയാണ്, ഒരു ലിങ്ക് അയച്ചതിന്റെ പേരിൽ വേറെ കേസ് പോയിരിക്കുന്നത്. ഇത് വളരെ ക്ലിയർ ആയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുമ്പോൾ, ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രാഹുലിനെ കടന്നാക്രമിക്കാൻ ഒരുക്കുന്നവർക്ക്, അല്ലെങ്കിൽ രാഹുലിനെ താഴെ ഇറക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർക്ക് വലിയൊരു തിരിച്ചടി തന്നെയാണ്. ഇവരെല്ലാവരും വിചാരിച്ചത് രാഹുൽ ഈ ആരോപണങ്ങൾ വരുമ്പോൾ, കേസ് വരുമ്പോൾ MLA സ്ഥാനം രാജിവെക്കുമെന്നാണ്, അല്ലെങ്കിൽ MLA സ്ഥാനം രാജിവെപ്പിക്കാമെന്നാണ്. അങ്ങനെയൊന്നും നമ്മുടെ നാട്ടിൽ ഇനി നടക്കില്ല. ചില ആരോപണങ്ങളുടെ പേരിൽ, ചില പരാതികളുടെ പേരിൽ, അതും സ്ത്രീകളെ കൊണ്ടെന്ന് ഞാൻ പറയുന്നില്ല, സ്ത്രീകൾ തരുന്ന പരാതിയുടെ പേരിൽ. നമ്മളുടെ ഒരു ഇന്റർവ്യൂവിൽ അഡ്വക്കേറ്റ് ഫൗസിയ പറഞ്ഞതുപോലെ തന്നെ എത്ര തവണ കോടതി പറഞ്ഞിട്ടുണ്ട്, അതൊരു സൗഹൃദത്തിലായിരിക്കെ ഉണ്ടാകുന്ന ഫിസിക്കൽ, അത് ഒരിക്കലും ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരു പീഡനത്തിലേക്കോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലേക്കോ കോടതി അതിനെ കണക്കാക്കത്തില്ല എന്നാണ്. അല്ല, അതാണ് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ഇത് നടത്തിയത്, പക്ഷെ നിരീക്ഷണവും നടത്തിയത്. ഞാൻ പറയുന്നത് അപ്പോഴും ഈ കേസുകളുടെ മെറിറ്റ് ബഹുമാനപ്പെട്ട കോടതി തീരുമാനിക്കട്ടെ, നമ്മൾ ആ വിഷയമേ അല്ല പറയുന്നത്. പക്ഷേ ഈ സ്ത്രീകൾ നൽകുന്ന പരാതിയുടെ മേൽ പരാതി കൊടുക്കട്ടെ, അത് കോടതി തീരുമാനിക്കട്ടെ, പോലീസ് അന്വേഷിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ആ പരാതി ഉപയോഗിച്ച് ആ പരാതിക്ക് ഇരയായ ആളെ അറ്റാക്ക് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അവിടെയാണ് അത് ജനങ്ങളിൽ ഇപ്പൊ സംശയം ഉണ്ടാക്കുന്നത്. അതിന്റെ ഉദാഹരണമാണ് ഏറ്റവും കൂടുതൽ അറ്റാക്ക് നേരിടുന്നത്. അതിന്റെ ഉദാഹരണമാണ് നമ്മൾ നേരത്തെ പറഞ്ഞു, ഉമ്മൻചാണ്ടിയുടെ കഥ, PK കുഞ്ഞാലിക്കുട്ടിയുടെ കാര്യം. ഇതിലൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു എലമെന്റുകളുണ്ട്. ആ എലമെന്റുകൾ എന്താണ്? അപ്പൊ അതേസമയം അതൊക്കെ ഈ മുസ്ലിം ലീഗിന്റെ നേതാവ്, കോൺഗ്രസിന്റെ നേതാവ് ഒക്കെയാണ് ഇത്തരത്തിൽ അറ്റാക്ക് നേരിടുന്നത്. പക്ഷേ മുകേഷിനെതിരെ ഇങ്ങനെ ഒരു അലിഗേഷൻ വന്നപ്പോൾ ഈ കണ്ട ധാർമ്മിക ബോധമൊന്നും CPM ആളുകൾ നമ്മൾ കണ്ടിട്ടില്ല. അവർ പറയുന്നത് അന്തിമ വിധി വരട്ടെ, രാഹുൽ വെക്കണം. അപ്പോൾ മുകേഷോ അല്ല, അത് അന്തിമ വിധി വരട്ടെ, MLA സ്ഥാനം ഇപ്പൊ രാജിവെപ്പിച്ചു കഴിഞ്ഞാൽ കോടതി കുറ്റവിമുക്തനാക്കിയ MLA സ്ഥാനം തിരിച്ചു കൊടുക്കാൻ പറ്റുമെന്നാണ് ഗോവിന്ദ മാഷി ചോദിച്ചത്. അത് രാഹുലിന് ബാധകമല്ലേ? ഇത് ജനങ്ങൾ ചോദിക്കുന്നതാണ്, ഞാനായിട്ട് ഉണ്ടാക്കി പറയുന്നില്ല. ജനങ്ങൾ ഒരുപാട് കമന്റുകളിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ഞാൻ പറയുന്നത്, രാഹുലിനെ നമ്മൾ ആരും ന്യായീകരിക്കുന്നോ അല്ലെങ്കിൽ രാഹുൽ വിശുദ്ധനാണ്, പുണ്യാളനാണെന്നൊന്നും പറയുന്നില്ല. അതൊക്കെ കോടതി പറയട്ടെ. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ രാഹുലിനെതിരെ നടക്കുന്ന വേട്ട, അതിനൊരു ആസൂത്രിത സ്വഭാവമുണ്ട്. ആ ആസൂത്രണം നടന്നിട്ടുണ്ട് എന്നും ഗൂഢാലോചന നടന്നിട്ടുണ്ട്, ഇന്നിന്ന ആളുകളാണെന്നും അവരെ കൃത്യമായി പോയിന്റ് ഔട്ട് ചെയ്ത്, ഐഡന്റിറ്റി വെളിപ്പെടുത്താതെ പോയിന്റ് ഔട്ട് ചെയ്തിട്ട് രാഹുൽ പറഞ്ഞിട്ടുണ്ട്. അവര് ഒരു വലിയ നെറ്റ്വർക്കാണ്, അതൊരു ചെറിയ ടീമല്ല. ഒരു MLAക്ക് നേരെ ഒരു വലിയ ഗൂഢാലോചന നടത്തി അയാളെ നിരന്തരമായി വേട്ടയാടി, അയാളുടെ മണ്ഡലത്തിൽ നിന്ന് പോലും മാറി നിൽക്കേണ്ട സാഹചര്യം, അയാളെ അകത്തിടാൻ സാധിക്കുന്നൊരു നെറ്റ്വർക്ക് ഇവിടെ ഉണ്ടെങ്കിൽ അത് അപകടകരമായ ഒരു നെറ്റ്വർക്കാണ്. അതും ജനത്തിന് നീതി നൽകുമെന്ന് പറയുന്ന, അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുമെന്ന് പറയുന്ന മാധ്യമ സ്ഥാപനങ്ങളും പ്രവർത്തകരൊക്കെ ഇതിലുണ്ടെന്നാണ് രാഹുൽ പറയുന്നത്. അത് പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് രാഹുലിന് ഇന്റർവ്യൂ കൊടുത്ത 24-ന് അറ്റാക്ക് ചെയ്യുന്നത്. കാരണം നാളെ മേലാൽ ഒരു ചാനലും രാഹുലിന് പറയാനുള്ളത് കേൾപ്പിക്കരുത്. രാഹുലിന് പറയാനുള്ളത് കേൾപ്പിച്ചു കഴിഞ്ഞാൽ രാഹുൽ പലരുടെയും പേര് പറയും. അത് ഇരകളെ അപമാനിക്കലൊന്നുമല്ല, അതിജീവിതമാരെ പറ്റി ഒന്നും രാഹുൽ പറഞ്ഞിട്ടില്ല. രാഹുൽ പറഞ്ഞത് അത്രയും ഗൂഢാലോചനകളെ കുറിച്ചാണ്. രാഹുലിനെതിരെ നിയമപരമായി നടപടിയെടുക്കാതെ രാഹുലിനെ ചീത്തപ്പേരുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി പൊതുസമൂഹത്തിൽ പലതും പറഞ്ഞിട്ടുള്ള കുറേ ആളുകളെ കോട്ട് ചെയ്തിട്ട് രാഹുൽ പറഞ്ഞിട്ടുണ്ട്. റിനിയാൻ ജോർജിന്റെ പേര് പറഞ്ഞിട്ടുണ്ട്. അതെന്തായിരുന്നു അതിന്റെ വാസ്തവമെന്ന് രാഹുൽ പറയുന്നുണ്ട്. ഈ ജേർണലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞല്ലോ രാഹുൽ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ അധർമ്മം പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണോ ഈ ഇത്രയും പോപ്പുലർ ആയിട്ടുള്ള അവര് ഉള്ളത്, അല്ലെങ്കിൽ സത്യങ്ങൾ? മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് ഇപ്പൊ ഒരു ഗെയിമിന്റെ ഭാഗമായി, അല്ലെങ്കിൽ ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് കുറെ ആളുകൾ കാണുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ പറയട്ടെ, കളങ്കിതരായവർ MLA സ്ഥാനത്ത് ഇരിക്കാൻ പാടില്ല എന്ന് ചാനലുകൾ പറയുന്നു. ഈ ചാനലുകളുടെ തലപ്പത്ത് എത്ര കളങ്കിതരായിട്ടുള്ള ആളുകളുണ്ട്? എത്ര കുറ്റങ്ങളിൽ പങ്കാളികളായിട്ടുള്ളവരുണ്ട്? എത്ര കേസുകളിൽപ്പെട്ടവരുണ്ട്? ഇതൊരു നിയമം പറയുമ്പോൾ, ഒരു ധാർമ്മികത പറയുമ്പോൾ ഇത് എല്ലാവർക്കും ബാധകമാവണ്ടേ? മാങ്കൂട്ടത്തിന് മാത്രം മതിയോ?
മാങ്കൂട്ടത്തിൽ ജനപ്രതിനിധിയാണ്, അതുകൊണ്ട് ധാർമ്മികത വേണം. ശരിയാണ്, ധാർമ്മികതയോടുകൂടി ഇടപെടേണ്ടതുണ്ട്. അപ്പോൾ ചാനലുകളോ? ജനാധിപത്യത്തിൻ്റെ നാലാം തൂണെന്ന് പറയുന്ന ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന റൈറ്റ് ടു ഇൻഫോം, അല്ലെങ്കിൽ ജനങ്ങളുടെ അറിയാനുള്ള അവകാശത്തെ നിവർത്തീകരിക്കുന്ന ബലത്തിൽ പ്രവർത്തിക്കുന്ന ഈ മാധ്യമങ്ങൾ, ജനാധിപത്യപരമായിട്ട് ഭരണഘടനാപരമായിട്ട് മാധ്യമങ്ങൾക്ക് കിട്ടുന്ന പിന്തുണ അറിയാനും പറയാനുമുള്ള അവകാശം വിനിയോഗിക്കപ്പെടുക എന്നുള്ളതാണ്. അതുകൊണ്ട് അതാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ട്, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് എന്ന നിലയിൽ മാധ്യമങ്ങൾക്ക് കിട്ടുന്ന അവകാശം. ഈ ഇടത് ചായ്വോടെയാണോ ഈ മാധ്യമങ്ങൾ അപ്പോൾ പ്രവർത്തിക്കുന്നത്? അല്ല, ഇത് മാധ്യമങ്ങൾ ഇടത് ചായ്വോടെ പ്രവർത്തിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഓരോ മാധ്യമ പ്രസ്ഥാനത്തിനും രാഷ്ട്രീയം ഉണ്ടാകാതിരിക്കും. പ്രവർത്തികൾ ചെയ്യുമ്പോൾ പക്ഷേ ഇവിടെ റിപ്പോർട്ടർ ചാനലിന്റെ ഒക്കെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ചില ഇടപെടൽ, ഇപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞില്ലേ, അരുൺകുമാർ, നമ്മൾ കഴിഞ്ഞ ചർച്ച പറഞ്ഞ പോലെ അരുൺകുമാർ എന്ന് പറയുകയാണ് രാഹുലിന് വേണ്ടി PR വർക്ക് നടന്നു. PR വർക്ക് എനിക്ക് മനസ്സിലാവാത്തോണ്ട് എന്താണ് ഈ PR വർക്ക്? രാഹുലിന് വേണ്ടി ആര് PR വർക്ക് ചെയ്യുന്ന? ഈ കണ്ട ലക്ഷങ്ങളായിട്ടുള്ള ആളുകൾ ചാനലുകൾ കമൻറ്റ് ബോക്സിലൊക്കെ കമൻറ്റ് ഇടുന്നത് രാഹുൽ പൈസ അയച്ചു കൊടുത്തിട്ടാണോ? ഞാൻ കഴിഞ്ഞ വീഡിയോ ചോദിച്ചാണ്, ഇതൊക്കെ ഇങ്ങനെയാണോ? അപ്പോൾ റിപ്പോർട്ടർ ചാനൽ നടത്തുന്നത് എന്താ? PR അല്ലേ? കളങ്കിതരായ അവരുടെ മുതലാളിമാർക്ക് വേണ്ടി PR നടത്താണ് അരുൺ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? അവരുടെ മുതലാളിമാർക്കെതിരെ കേസില്ലേ? ഇതെന്ത് ജനങ്ങൾക്ക് അറിയാത്ത കാര്യമാണോ? മുട്ടൽ കേസ്, അല്ലെങ്കിൽ മറ്റു പല ഈ സ്റ്റേഡിയത്തിന്റെ പ്രശ്നം, അതിന് മുമ്പത്തെ ഹോളിഡേയിന്റെ പ്രശ്നം, എന്തൊക്കെയോ ആളുകൾ പറയുന്നുണ്ട്. അതിൽ പലതിലും പരാതികളുണ്ട് ഇവർക്കെതിരെ. അപ്പോൾ അതെന്തേ കളങ്കമല്ലേ? ചോദിക്കാനാണ്. ഇതേ അരുൺകുമാർ 24-ൽ ഇരുന്നിട്ട് ഒരു മരലോറിയിൽ വന്നിട്ട് മുണ്ടും മടക്കി കുത്തിയിട്ട് വീഡിയോ ചെയ്ത് നമ്മൾ കണ്ടതാണ്. അല്ല, AR VR XR വെച്ചിട്ട് മരം മുറിക്കള്ളന്മാരെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഡയലോഗ് അടിക്കുന്നത് നമ്മൾ കേട്ടിട്ടില്ല. ഇതേ അരുൺകുമാർ കുറച്ച് പൈസ കൂടുതൽ കിട്ടിയപ്പോൾ അവരുടെ കൂടെ ചേർന്നിട്ട് നേരെ തിരിച്ച് 24-ന്റെ ചീത്ത വിളിക്കുകയാണ്. ഇത് എന്ത് ധാർമ്മികത? ഇത് ധാർമ്മികത വേണ്ട മനുഷ്യന്മാരാകുമ്പോൾ ഒരു ധാർമ്മികതയില്ല. എന്നിട്ട് ഇദ്ദേഹമാണ് ബാക്കിയുള്ളവരെ ധാർമ്മികത പഠിപ്പിക്കാൻ വരുന്നത്. അങ്ങനെ ശരിയാവുക? ഈ ധാർമ്മികത പഠിപ്പിക്കാൻ വരുന്നവർക്ക് ആദ്യം എന്തെങ്കിലും ധാർമ്മികത വേണം. ആ ധാർമ്മികത ഇല്ലാത്ത ഒരാൾ പിന്നെ എങ്ങനെയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ ധാർമ്മികത പഠിപ്പിക്കുന്നത്? എന്ന് മാത്രമല്ല, ഈ ചാനൽ കോടതികൾ പറഞ്ഞ എന്തെങ്കിലും ഒരു വാചകം യഥാർത്ഥ കോടതികൾ പറഞ്ഞിട്ടുണ്ടോ? യഥാർത്ഥ കോടതികൾ അതനുസരിച്ചാണ് പോയത്? അല്ല, നേരെ തിരിച്ചാണ്. കോടതികളിൽ കേസെത്തിയപ്പോൾ മാധ്യമ കോടതികൾ പറഞ്ഞതിൻ്റെ നേരെ വിപരീതമാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ രാഹുൽ അത് മുഴുവൻ വിളിച്ചു പറയുമ്പോൾ ഇത് കണ്ട് പൊള്ളുന്ന ഒരുപാട് പേരുണ്ട്. അവരാണ് ശരിക്കും പറഞ്ഞാൽ ഈ പ്രശ്നത്തിന് പിന്നിൽ. പിന്നെ രാഷ്ട്രീയപരമായി രാഹുലിനെ വേട്ടയാടാൻ നടക്കുന്ന, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ, അതൊരു കോൺഗ്രസിൻ്റെ MLA ആയിരുന്നു, ഒരു കോൺഗ്രസിലേക്ക് ഇനി അയാൾ തിരിച്ചു വരരുതെന്ന് ആഗ്രഹിക്കുന്ന, രാഷ്ട്രീയപരമായി അയാളെ എതിർക്കുന്ന ആളുകളുണ്ട്. അവരതേ പറയൂ. അവർ CPM-കാരുണ്ട്, BJP-കാരുണ്ട്. അവരാണ് രാഹുലിനെതിരെ വലിയ ക്യാമ്പയിൻ നടത്തുന്നത്. ഹാഷ്മിക്ക് എയറിലാണ്. പക്ഷെ അവർ ചെയ്യുന്നത് ധാർമ്മികമായി ശരിയോ ശരികേടോ ആണെങ്കിലും അവരുടെ പ്രസ്ഥാനത്തിന്റെ ഭാഗത്ത് നോക്കുമ്പോൾ അത് ശരിയാണ്. കാരണം അവർക്കത് ചെയ്തേ പറ്റൂ. പക്ഷെ അവരെക്കാൾ അപകടമാണ് മാധ്യമ പ്രവർത്തകർ രാഹുലിനെ വേട്ടയാടാൻ ശ്രമിച്ചിട്ടുണ്ടെന്നുള്ള ആരോപണം. അതത് വളരെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ പോലീസ് സേനയിലടക്കം രാഹുലിനെതിരെ നീങ്ങിയിട്ടുള്ള, ബോധപൂർവം കൊടുക്കാൻ വേണ്ടി നീങ്ങിയിട്ടുള്ള കുറേ പേരുണ്ടെന്നുള്ള വിവരങ്ങളൊക്കെ പുറത്ത്. എന്തായാലും രാഹുല് ഈ വരവ് രണ്ടും കൽപ്പിച്ചാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ 24 ന്യൂസിനോടൊക്കെ വെല്ലുവിളിച്ചിട്ടൊന്നും ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഹാഷ്മി എയറിലാണ്. ഹാഷ്മിക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ വരുന്നുണ്ട്. ഹാഷ്മി തെറ്റ് ചെയ്തു എന്ന മട്ടിലാണ് പലരും പറയുന്നത്. പക്ഷേ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. ഹാഷ്മി നമ്മൾ മനസ്സിലാക്കേണ്ടതാണത്. ഹാഷ്മി ഒരിക്കലും രാഹുലിന് ഫേവറബിൾ ആയിട്ടൊന്നും സംസാരിച്ചിട്ടില്ല. പക്ഷേ ഹാഷ്മി വേട്ടയാടപ്പെടുകയാണ്. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് അസ്വസ്ഥരാണ്. രാഹുലിൻ്റെ വീഴ്ച, പതനം ആഗ്രഹിച്ച എല്ലാവരും അസ്വസ്ഥരാണ്. അതാണ്